17കാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ് രോഗാണു പടർന്നതെന്നാണ് സംശയം. പൂൾ ആരോഗ്യവകുപ്പ് അടച്ചുപൂട്ടി. ഇന്നലെയാണ് 17കാരന് രോഗം സ്ഥിരീകരിച്ചത്. വെള്ളത്തിന്റെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂളാണ്, നിരവധി പേരെത്തുന്ന ഒരിടം കൂടിയാണ്. നിരവധി പേരെ നിരീക്ഷണത്തിൽ വെക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെയില്ലേ? നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരാൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 17കാരന് ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റാർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നതിനായി ഈ ദിവസങ്ങളിൽ ഈ 17കാരൻ ഈ സ്വിമ്മിംഗ് പൂളിൽ എത്തിയ ദിവസങ്ങളിൽ അത് ഉപയോഗിച്ച ആളുകളെ അടക്കം കൃത്യമായി നിരീക്ഷിക്കും. അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി അവരെ നിരീക്ഷണത്തിലാക്കാനുള്ള ഒരു നീക്കം ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന ഒരു സാഹചര്യം വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചതിനിടയിലാണ് തലസ്ഥാനത്തും 17കാരന് ഈ രോഗം സ്ഥിരീകരിക്കുന്നത് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യം നിലനിൽക്കുന്നില്ല എന്നും ജില്ലയിൽ ഏത് ഒരു സാഹചര്യവും ആരോഗ്യപരമായി എന്ത് വെല്ലുവിളികൾ വന്നാലും അത് നേരിടാൻ ഉള്ള സജ്ജീകരണങ്ങളൊക്കെ സുസജ്ജമാണോ എന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു രോഗം പടരുന്ന സാഹചര്യം ഉണ്ടായാൽ അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അടക്കം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുമുണ്ട്. ശരി, തിരുവനന്തപുരത്ത് 17കാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് 17കാരന് രോഗം സ്ഥിരീകരിച്ചത്. ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകി.